ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അക്കറും വാപ്പയും ആദ്യമൊക്കെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാനും ഉമ്മയും വീട്ടിലിരുന്ന് നിസ്കരിച്ച് ഓതിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവർ വന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ആദ്യ പള്ളിയിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. ഇപ്പം ഞാൻ കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കോളേജൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മടിയായി. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ക്ലാസ് അവധിയാണ്. എന്തുകൊണ്ട്? ഇന്ന് മഴ കാരണം അവധി പ്രഖ്യാപിച്ചേക്കണേ. എന്നിട്ട് ഗൈസ് ഒരൊറ്റ മഴ പോലും ഇല്ല. വെയിലും അങ്ങനെയാണല്ലോ, കളക്ടർ എപ്പോഴൊക്കെ അവധി പ്രഖ്യാപിച്ചു അന്നൊക്കെ ഭയങ്കര വെയിലായിരിക്കും. അങ്ങനെ പിന്നെ വാപ്പയും വന്ന് നമ്മൾ ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി. നെയ്ച്ചോറ്, മട്ടൻ കറി, പുളിങ്കറി, പപ്പടം ഇതായിരുന്നു കേട്ടോ മെയിൻ. ഞാനും അക്കറും മട്ടൻ കിട്ടൂല, അവൻ ഉരുളക്കിഴങ്ങ് കൂട്ടിയും ഞാൻ ഇറച്ചിച്ചാറ് കൂട്ടിയും കേട്ടോ ചോറ് കഴിച്ചത്. ഫുഡ് കഴിച്ചാൽ മധുരം എന്തെങ്കിലും മസ്റ്റാണ്, പക്ഷെ ഫ്രിഡ്ജിൽ ഒന്നും ഉണ്ടായില്ല ഇപ്രാവശ്യം. അപ്പം ഞാനൊരു പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് റെഡി ആയിട്ട് കാണാം. So guys, I'm done with my makeup. Now let's dress up. Hello guys, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മളൊരു സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ. മോമീസ് എന്നാണ് കേട്ടോ ആ സ്റ്റുഡിയോൻ്റെ പേര്. നമ്മളുടെ പനയപ്പള്ളിയിലുള്ളതാണ്. അതാ നോക്കൂ ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആദിൻ്റെ ഓഫീസിലോട്ടാണ്. അപ്പോൾ ആദിൻ്റെ ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കലൂര് സ്റ്റേഡിയത്തിലാണ് ഓഫീസ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പം എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആദ്യം എന്തോ ഒരു ചെറിയ കാര്യം ചെയ്യാനാണെന്നാ പറഞ്ഞു. ഓക്കെ, ഞാൻ കുറേ നേരം കൊണ്ട് കഷ്ടപ്പെട്ട് എഴുതിയ കണ്ണുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹൗ ഈസ് ഇറ്റ്? റേറ്റ് ഔട്ട് ഓഫ് 10 ഇൻ ദ കമന്റ് ബോക്സ്. എനിക്ക് ആക്ച്വലി എഴുതാനൊന്നും അറിയില്ലായിരുന്നു, എന്നാലും ഞാൻ കഷ്ടപ്പെട്ടു. എന്റെ കണ്ണുകൾ നിങ്ങൾ കണ്ടു? Can't take my eyes off. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ണില്ല എന്നൊന്നും കമന്റ് ചെയ്തിട്ട് ആ കമന്റ്സ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ സ്റ്റേഡിയം എത്തി ഗൈസ്. കാണുന്നതാണ് ഗൈസ് ആദിന്റെ ഓഫീസ്. ഇയാളാണ് ഗൈസ് അത്. ഇതാണ് കേട്ടോ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വ്യൂ. എന്റെ സമ്മതി മാമാന്റെ കാറാണ് ഗായ്സ്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? വീട്ടിലോട്ടല്ല, അടുത്ത നമ്മൾ സ്മൂച്ച് പോവാൻ പോണേണ്. നിനക്ക് എന്നെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ ഞാനേ ഇൻസ്റ്റയില് ഇങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റിവ്യൂ ഇട്ട് കണ്ടിട്ട് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക് ആണ് മാർസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പൊടി. അപ്പൊ ആ ഷെയ്ഡാണ് ഞാനിപ്പോ ഇട്ടേക്കുന്നത്. ആദ്യം ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ടു. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഈ ലിപ്സ്റ്റിക് അല്ലേ, എനിക്ക് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ലിപ്സ്റ്റിക് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഐ തിങ്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് എന്താണ് അതായത് ആമസോണിലും അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എനിക്ക് ലക്കിനാണ് ഇത് കിട്ടിയത്. ഞാൻ യൂസാക്കി എത്രയെന്ന് കാണിച്ചിട്ടാ. ഇനി ഇത്രയും കൂടെ ഉള്ളൂ കണ്ടോ, ഇത്രയും തീർന്നു. പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്തേക്കണത് സ്വിസ് ബ്യൂട്ടിന്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്.
ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, 79 രൂപ ഉള്ളൂ. ഞാൻ ഇതൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ കടയിൽ പോയി നോക്കിയിട്ട് വാങ്ങിയതാണ്. ഇത് നല്ലൊരു ഐറ്റമാണ്, ട്രൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് സ്മച്ച് പ്രൂഫ് ആണ് കേട്ടോ. നമ്മൾ എത്ര ഇതാക്കിയാലും നമ്മളുടെ വരൂല്ല, കയ്യിൽ വരും. ഓ വന്ന് അയ്യോ, ഞാനിത് സ്മച്ച് പ്രൂഫ് ആണെന്ന് കണ്ടിരുന്നു. ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ലിപ്സ്റ്റിക് ഇട്ടേനെ ഞാനത് മറന്നു. ഇടക്കിടക്ക് വീണ്ടും വീണ്ടും അടിക്കണോണ്ട് അതെനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കണ്ടു ഞാൻ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇത് സ്മച്ച് പ്രൂഫ് എല്ലാം. പക്ഷെ എന്നാലും നല്ലൊരു ലിപ്സ്റ്റിക് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലുലുവിന്റെ അവിടെ നിന്ന് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞോയാ ഇടിക്കൂട്ടനെ അങ്ങനെ സ്മൂച്ചോ എത്തി. ഹായ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുത്തെ 2 കിടലിന് ഐറ്റം ഒക്കെ ഓർഡർ ചെയ്ത് അതങ്ങനെ കഴിച്ചു. പുറത്തിറങ്ങിയപ്പോ നല്ല മഴയുണ്ടായി. ട്രാഫിക് ആണ് ഞങ്ങളങ്ങനെ പനമ്പള്ളി നഗർ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ട് റീല് കണ്ട ഒരു സ്ഥലത്താണ് കേട്ടോ. കുന്നൂസ് ജാം റോൾ എന്നാണ് കേട്ടോ ആ കടന്റെ പേര്. അങ്ങനെ തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ അങ്ങനെ വിളിക്കുന്നു. ആദ്യക്കാണ് കേട്ടോ അവിടുത്തെ ആ ജാം റോൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം. നോക്കട്ടെ, ചമ്മി പോയി ഗൈസ്, അതവിടെ തീർന്നു പോയി ഗൈസ്. ലോഡഡ് ഫ്രൈസ് തീർന്നു പോയി. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. ബൈ.